വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെയാണ് നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത്. പക്ഷേ അതിലൂടെ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥയുടെ ഒരു പൊതുചിത്രം രൂപപ്പെടുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് വ്യക്തമാകുന്നു. ധനക്കമ്മി വലിയ ഉയർന്ന നിലയിൽ നിൽക്കുന്നു. സ്വാഭാവികമായും നികുതി വരുമാന വർധനവുണ്ടാകുന്നില്ല. ഇത് സൃഷ്ടിക്കുന്ന പൊതുകടം വർദ്ധിക്കുന്നതിൻ്റെ ആഘാതം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതെല്ലാം ചേരുന്ന ഒരു സാമ്പത്തിക അന്തരീക്ഷത്തിൽ നിന്ന് പുതിയ പദ്ധതികളോ പുതിയ പ്രഖ്യാപനങ്ങളോ ഒക്കെ ഏറ്റെടുക്കാനോ പ്രഖ്യാപിക്കാനോ തയ്യാറായിട്ടില്ല. അതിന് നമ്മൾക്ക് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള പീയൂഷ് ഗോയലിൻ്റെ ഇടക്കാല ബജറ്റുമായി താരതമ്യം ചെയ്യാം. അന്ന് പീയൂഷ് ഗോയൽ വലിയ പ്രഖ്യാപനങ്ങളിലൂടെയാണ് ആ ബജറ്റിനെ അവതരിപ്പിച്ചത്. അതിലാണ് PM കിസാൻ പദ്ധതി വന്നത്, കർഷകർക്ക് 3 ഗഡുക്കളായി 6000 രൂപ വീതം നൽകുന്നത്. പക്ഷേ ഇന്ന് പല വിദഗ്ധരും അത്തരം ആ പദ്ധതിയിൽ ഒരു വർധനവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ആ വർധനവുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വിളകളുടെ സപ്പോർട്ട് പ്രൈസ് MSP വർദ്ധിപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ കാര്യമായ ഇടപെടലുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ തുടർച്ചയായി ഈ നീക്കിയിരിപ്പുകൾ, ബജറ്റ് പദ്ധതികൾക്ക് അല്ലെങ്കിൽ നീക്കിയിരിപ്പുകൾ അത് വെട്ടിക്കുറയ്ക്കുന്ന ഒരു ശൈലിയും സമീപനവും തുടരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോഴും സംഭവിക്കും. അങ്ങനെ പലതരത്തിൽ ഈ ബജറ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് സൂക്ഷ്മമായി വിലയിരുത്തൽ നടത്തുന്ന ഒരു ഘട്ടമാണ്. ശ്രീ A. സമ്പത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹം നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സമ്പത്ത്, ഞാൻ കേരളത്തിലേക്ക് ആദ്യം, അതായത് കേരളത്തെ സംബന്ധിച്ച് ഈ ബജറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു ആശ്വാസം പകരുന്നതായി തോന്നിയോ? ശരത്തെ, ഇത് നോക്കൂ, ഇതിപ്പോൾ ഈ യൂണിയൻ ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കണം എന്ന് ഭരണഘടനയിൽ എവിടെയാണ് പറയുന്നത് എന്ന് നാളെ BJP നേതാക്കൾ ചോദിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഈ ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 264 പറയുന്നുണ്ട്. ഫൈനാൻസ് ബില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് ആർട്ടിക്കിൾ 107(1) പറയുന്നുണ്ട്. ഫൈനാൻസ് ബില്ല് അതിങ്ങനെ സർക്കാരിൻ്റെ വരവ് ചിലവ് കണക്കുകളും ഇങ്ങനെ ഈ ചില നികുതികൾ അത് പുതുതായി ഏർപ്പെടുത്തുന്നതും അതിന് പാർലമെൻറ്റിൻ്റെ അംഗീകാരം, ആ സാധൂകരണം എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ഇത് ഹൗസ് ഓഫ് ദ പീപ്പിൾ, അതായത് ലോക്സഭയുടെ അംഗീകാരം നിർബന്ധമായി വേണം. രാജ്യസഭയിൽ അത് ചർച്ച ചെയ്ത് പോയാൽ മാത്രം മതി, വോട്ടിനിട്ട് അത് അവിടെ അങ്ങനെ പാസ്സാക്കേണ്ടതൊന്നുമില്ല. ശരത്ത് ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് ഞാൻ വരുന്നതിൻ്റെ അത് ആമുഖമായി ഇത് പറയാൻ കാരണം, ഈ വിശ്വപ്രസിദ്ധമായ ഹാംലെറ്റ്, നമ്മൾ ഈ ഷേക്സ്പിയറിൻ്റെ ആ നാടകത്തിൽ അതിലെ ഒരു പ്രസിദ്ധമായ കുറേ അതിലെ ചൊല്ലുകളുണ്ട്. അതിലെ ഒരു കോട്ട്, സംതിങ് ഈസ് റോട്ടൻ ഇൻ ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്നത്. അപ്പോൾ ഇത് ഇന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ്റെ ഈ ബഡ്ജറ്റ് പ്രസംഗം, ആ 56-57 മിനിറ്റ് അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ത്യൻ യൂണിയൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം തന്നെ വല്ലാതെ ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള വെപ്രാളത്തിലുമാണ് ഇവർ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ നിലവിലുള്ള 29 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നതിനെയാണ് 28ആയി അവർ വെട്ടിക്കുറച്ചത്. ആ വെട്ടിക്കുറച്ച ഒരു സംസ്ഥാനത്തിനെ 2ആയി ചീന്തിയതിന് ശേഷവും അതിൻ്റെ ഒരു ഭാഗത്തുള്ള ജനങ്ങൾക്ക് അവർക്ക് സ്വന്തമായി അവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, MLA-മാരും അത്തരത്തിലുള്ളൊരു നിയമനിർമ്മാണ സഭയും ഇല്ല. ഉണ്ടായിരുന്ന ജനാധിപത്യ അവകാശമാണ് ആ വിധത്തിൽ തിരിച്ച് ഇങ്ങനെ അട്ടിമറിക്കപ്പെട്ടത്, എടുത്തു കളഞ്ഞത്, അല്ലെങ്കിൽ അതിനെ വകവരുത്തിയത്. കേരളം എന്ന സംസ്ഥാനത്തിന് മുമ്പ് തരാമെന്ന് പറഞ്ഞതോ മോഹിപ്പിച്ചതോ ഒക്കെയായി നമ്മുടെ കൈകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൈകളിലേക്ക് ഇതാ ഇപ്പോൾ എത്തും. ദർ ഇസ് മച്ച് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്നൊക്കെ പറയില്ലേ, ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളതല്ലേ സത്യം. ഇതൊരു ഇടക്കാല ബഡ്ജറ്റാണ്, ശരി. ഇടക്കാല ബഡ്ജറ്റിൽ ഒരു പൂർണ്ണ ബഡ്ജറ്റിലുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്താനായി ഒരുപക്ഷെ കഴിയില്ല. പീയൂഷ് ഗോയലൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് സാഹസങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ ബഡ്ജറ്റിലും ഒത്തിരി പ്രതീക്ഷകൾ ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങളും വിവിധ സംസ്ഥാനങ്ങളും വെച്ചു പുലർത്തിയിരുന്നു. നിർഭാഗ്യകരമായൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ബഡ്ജറ്റിൻ്റെ പരിശുദ്ധി, ബഡ്ജറ്റിൻ്റെ സാങ്ക്ടിറ്റി അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ വർത്തമാനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. എന്താണെന്നറിയോ, ബഡ്ജറ്റ്, റെയിൽവേ ബഡ്ജറ്റ് ഉണ്ടോ ശരത്തെ? ഇപ്പോൾ 93 റെയിൽവേ ബഡ്ജറ്റ് ഉണ്ടോ? 93 കൊല്ലക്കാലത്തെ ചരിത്രത്തിൽ നിന്ന് അത് ആ ആവിയന്ത്രം പിന്നീട് ഡീസലായി, പിന്നീട് ലോക്കോമോട്ടീവായി മാറി, എങ്ങനെ അത് ഇലക്ട്രിക് ലോക്കോ ആയി, നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കുകളിലൊന്നായി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ വഹിക്കുന്ന ഒരു അത്തരത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ടിംഗ് സംവിധാനമായി നമ്മൾ അഭിമാനപൂർവ്വം ഇത്തരം കാര്യം. മുമ്പൊക്കെ എങ്ങനെയാണ്, ശരത്ത് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെല്ലാം നിങ്ങൾ ഈ റെയിൽവേ ബഡ്ജറ്റ് വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പും 2 ദിവസം മുമ്പും ഒക്കെ തന്നെ പാർലമെൻറ്റ് അംഗങ്ങളെ, ഈ പാസഞ്ചേഴ്സ് അസോസിയേഷൻകാരെ, വിവിധ
സംഘടനകളെ ഒക്കെ അവരെയൊക്കെ വിളിച്ചിട്ട് ചർച്ചയാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് അന്ന് രാവിലെ എല്ലാം ഈ എം പിമാരായിട്ടുള്ള ആളുകൾ, ഞാനൊക്കെ ഓർക്കുകയാണ്, 3-4 TV ചാനലുകളിലാണ് രാവിലെ 6 മണി തൊട്ട് നമ്മൾ ചെന്നിരിക്കേണ്ടത്. ആ ബഡ്ജറ്റ് എത്രയോ ബജറ്റുകളിൽ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. ബജറ്റ് അവതരണം, റെയിൽ ബജറ്റ് അവതരണം എന്ന് പറയുന്ന ഒരു സൂക്ഷ്മമായി റെയിൽവേയെ സമീപിക്കാൻ കഴിയുമായി. റെയിൽവേ സോൺ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, റെയിൽവേ സോൺ. അത് 1996 സഹ വി കെ നായനാരുടെ ഗവൺമെന്റിന്റെ കാലത്ത് അത്തരത്തിൽ അന്ന് മുന്നോട്ട് വെച്ച ആശയമാണ്. എം പിമാർ ഏറ്റെടുത്താണ്, മുന്നോട്ട് കൊണ്ടുപോയതാണ്, ഒരിക്കലും നൽകിയിട്ടില്ല. ഇപ്പോൾ എയിംസിനെ കുറിച്ച്, എയിംസ് നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങോട്ട് പറഞ്ഞതാണ് എയിംസ് ഞങ്ങൾ നൽകുന്നു, അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നു, കേരളത്തിനും നൽകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനെപ്പറ്റി അടക്കം മിണ്ടാട്ടോ ഇല്ലല്ലോ. പൊതു ബഡ്ജറ്റിൽ പറഞ്ഞാൽ പോലും ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഇല്ല എന്ന് മാത്രമല്ല അതൊരു പ്രസംഗമായി മാറുകയാണ്. ഇപ്പോൾ ഒരു ഇന്ത്യയിലെ ധനകാര്യമന്ത്രിയുടെ ഒരു ഭാഗ്യമാണ്. കാരണം ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ ഇന്ത്യക്കാരും അല്ലാത്തവരുമെല്ലാം ഈ ബഡ്ജറ്റ് പ്രസംഗം കേൾക്കും. ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ ആ നേട്ടമെല്ലാം ഞങ്ങളുടേതാണ്. സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും കോട്ടമുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള പോരായ്മയുണ്ടെങ്കിൽ അതെല്ലാം ലോകത്ത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ദുര്യോഗങ്ങളുടെ എല്ലാം ഭാഗമായിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റിസൾട്ട് ഓഫ് ദ എക്കണോമിക് മെൽറ്റ് ഡൗൺ, അങ്ങനെയൊക്കെ ഒരുപാട് പദപ്രയോഗങ്ങളെല്ലാം അതിനകത്തേക്ക് കൊണ്ടുകയറ്റും. എവിടെല്ലാം ഇത്തരത്തിലുള്ള ഗുണമുണ്ടോ ആ ഗുണമെല്ലാം ഞങ്ങൾ കാരണമാണ്. എന്തെങ്കിലും മോശത്തരമുണ്ടോ അതെല്ലാം ഈ ലോകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടേതായിട്ടുള്ള അനുരണനങ്ങളുടെ ഭാഗമായി സംഭവിച്ചാണ്. ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല. ഇതാണ് പറയുന്നത്.